ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾ ഒരുപാട് വില കൊടുത്ത് ഫേസ് വാഷും സിറവും ഒക്കെ ഉപയോഗിച്ച് നോക്കിയിട്ടും നിങ്ങളുടെ മുഖത്തെ സൺടാനും അതേപോലെ തന്നെ മുഖത്ത് മുഖക്കുരു മൂലമുണ്ടായ കറുത്ത പാടുകളൊന്നും മാറുന്നില്ലെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണിത്. നമ്മുടെ ആയുർവേദത്തിലൊരു മാന്ത്രിക കൂട്ടിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ നാൽപ്പാമരാതി തൈലം ഒരു ബ്രൈഡൽ ഗ്ലോ കിട്ടാനും ചർമ്മത്തിന്റെ നിറം വർദ്ധിപ്പിക്കാനും ഇതെങ്ങനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാമെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്താണ് ഈ നാൽപ്പാമരാതി തൈലം എന്ന് നോക്കാം. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നാൽപ്പാമരം, അതായത് 4 മരങ്ങളുടെ തൊലിയാണ് ഇതിന്റെ പ്രധാന ചേരുവ. പേരാല്, അരയാല്, അത്തി, ഇത്തി എന്നീ മരങ്ങളുടെ തൊലിയെടുത്ത് അത് ചതച്ചാണ് ഇത് ഉണ്ടാക്കുക. ഇത് കൂടാതെ തന്നെ നമ്മുടെ ചർമ്മത്തിന് തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് മഞ്ഞള്, രക്തചന്ദനം, മഞ്ചിഷ്ട, രാമച്ചം എന്നിവയൊക്കെ ഇതിൻ്റെ അകത്ത് ചേർക്കാറുണ്ട്. ഇതെല്ലാം കൂടെ ശുദ്ധമായ വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ എള്ളെണ്ണയിലോ ഒക്കെയാണ് നാൽപ്പാമരാതി കേര തൈലം അല്ലെങ്കിൽ നാൽപ്പാമരാതി തൈലം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഇത് ഉപയോഗിച്ച് നോക്കുക. ചെറിയ തുള്ളി മതി നമുക്ക് നമ്മുടെ ഫേസിന് ഒരു ഗ്ലോ കിട്ടാനും നമ്മുടെ സൺടാനൊക്കെ പെട്ടെന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നാൽപ്പാമരാതി തൈലം 2 തരത്തിലുണ്ട്. ഒരെണ്ണം എള്ളെണ്ണ ബേസ് ആയിട്ടുള്ളതും ഒരെണ്ണം വെളിച്ചെണ്ണ ബേസ് ആയിട്ടുള്ളതും. ഈ വെളിച്ചെണ്ണ ബേസ് ആയിട്ടുള്ളത് നമ്മുടെ ചൂടത്തൊക്കെ താമസിക്കുന്നവർക്ക് വെളിച്ചെണ്ണ ബേസാണ് ഇച്ചിരി നല്ലത്. കാരണം നമ്മുടെ ചർമ്മത്തിനൊക്കെ ഇച്ചിരി തണുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഡ്രൈ സ്കിന്നുള്ളവർക്ക്, കുഞ്ഞു കുട്ടികൾക്കൊക്കെ തേച്ച് കുളിപ്പിക്കാനൊക്കെ കേര തൈലമാണ് അടിപൊളിയായിട്ടുള്ളത്. ഇതിപ്പം ചർമ്മത്തിനൊക്കെ ഒരു തണുപ്പ് നൽകുകയൊക്കെ ചെയ്യുന്നതാണ്. രണ്ടാമത്തത് നല്ലെണ്ണ ബേസ് ആയിട്ടുള്ളതാണെങ്കിൽ പെട്ടെന്ന് ഒരുപാട് കരിവാളിപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ എള്ളെണ്ണ ബേസ് ആയിട്ടുള്ളതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഓയിലി സ്കിന്നുകാർക്കൊക്കെ ഇത് ആപ്റ്റാണ്. തണുത്ത കാലാവസ്ഥയിലാണ് ഇത് ഉപയോഗിക്കുന്നത് ബെറ്റർ. രണ്ടും ഏത് കാലാവസ്ഥയിൽ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ബെറ്റർ ആയിട്ടുള്ളത് എന്താണ്, കേര തൈലമാണെങ്കിൽ അത് ചൂട് കാലാവസ്ഥയിൽ ഉള്ളവർക്ക് അത് ഉപയോഗിക്കുക. തണുത്ത കാലാവസ്ഥയിലുള്ളവരാണെങ്കിൽ അത് എള്ളെണ്ണ ബേസ് ആയിട്ടുള്ളത് ഉപയോഗിക്കുക. ഞാൻ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നാൽപ്പാമരാതി കേര തൈലമായിരുന്നു. പക്ഷേ അതെൻ്റെ മുഖം ഇച്ചിരി ഇരുണ്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഇത് മേടിച്ച് ഉപയോഗിച്ച് നോക്കി. ഇത് അടിപൊളിയാണ് കേട്ടോ. എൻ്റെ നിക്കിക്കൊക്കെ ഞാൻ ഇത് ഉപയോഗിക്കാറുണ്ട്. സൺടാനൊക്കെ നല്ല രീതിയിൽ മാറ്റുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ മുഖവും ശരീരമൊക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കുക. അതിനുശേഷം ഒരു ഈർപ്പത്തോട് കൂടിയിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ മുഖത്ത് മാത്രമാണെങ്കിൽ ഒരു 2-3 തുള്ളി എടുക്കാവുന്നതാണ്. എന്നിട്ട് കയ്യിൽ റബ്ബ് ചെയ്തതിന് ശേഷം മുഖത്ത് അപ്വേർഡ് മോഷനിലോ അല്ലെങ്കിൽ സർക്കുലർ മോഷനിലോ മുഖത്തെല്ലാം തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഇത് ഉപയോഗിച്ചതിന് ശേഷം നമുക്കൊരു ചെറുപയർ പൊടിയോ അല്ലെങ്കിൽ മൈൽഡ് ഫേസ് വാഷോ ഉപയോഗിച്ച് നമുക്കിത് കഴുകി കളയാവുന്നതാണ്. രാവിലെയോ രാത്രിയോ ഇത് കുളിക്കുന്നതിന് തൊട്ട് മുന്നേ ഉപയോഗിക്കുന്നതാണ് ഉചിതം. കാരണം ഇത് ഉപയോഗിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ വെയിലത്ത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ബാഡായിട്ടുള്ള എഫക്റ്റാണ് ഉണ്ടാകുക. ഇതിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെയിലത്ത് പോയിട്ടുണ്ടായിട്ടുള്ള കൈകാലുകളിൽ കരിവാളിപ്പ് മാറാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തേത് നമ്മുടെ മുഖക്കുരു മൂലമുണ്ടായിരുന്ന കറുത്ത പാടുകൾ അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തേത് ഇത് നമുക്കൊരു ഇൻസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഒരു ബ്രൈഡൽ ഗ്ലോ നൽകാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് മുഖത്ത് മാത്രമല്ല ഫുൾ ബോഡി കെയറിന് ഇത് നല്ലതാണ്. നമ്മുടെ കഴുത്തിൻ്റെ പുറകിലുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറാനും അതുപോലെ സ്ട്രോബെറി ലെഗ്സ് കാലിലെ കുത്തു പാടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ ഇത് തുടർച്ചയായിട്ട് ഒരു 2-3 ആഴ്ച ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന് പ്രകടമായ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. ഏതൊരു നാച്ചുറൽ പ്രൊഡക്റ്റ് ആണെങ്കിലും അതിൻ്റെ ഫലം നൽകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. ഒരാഴ്ചയിൽ 2-3 തവണ ഒരു മാസത്തേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു മാറ്റം മനസ്സിലാകും. കോട്ടയ്ക്കൽ, വൈദ്യരത്നം പോലുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ നാൽപ്പാമരാതി തൈലം അവൈലബിൾ ആണ്. നമുക്ക് ഓൺലൈനായിട്ടും 150 രൂപയ്ക്കൊക്കെ കിട്ടുന്നതാണ്. നിങ്ങൾ മുൻപ് ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളവരാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് പറയാൻ വേണ്ടിയിട്ട് മറക്കല്ല്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ല്. താങ്ക്